നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വളരെ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നോർമലി ഇത് മൈദയിലാണ് തയ്യാറാക്കാറ്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. അത് രണ്ടായിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. മൈദയിൽ തന്നെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ല നേർത്ത് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഈ ഒരു രീതിക്ക് നല്ല നേർത്ത് തന്നെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കാറ്. ഇതിൻ്റെ പേര് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഡയമണ്ട് കട്ട്സ് ആണ്. നമ്മളിതിനെ പെട്ടിയപ്പം എന്നും കൂടെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഡയമണ്ട് ഷേപ്പിലേക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഇത് ഫ്രൈ ചെയ്തെടുക്കാനും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതങ്ങനെ ഒരുപാട് കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്ക് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാകും. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മധുരത്തിലാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയുടെ ആ ഒരു കൂട്ടിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും ആ ഒരു 1/2 കപ്പ് പഞ്ചസാര പാനിയാക്കാനായിട്ട് 1/4 കപ്പ് വെള്ളവും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാര പാനിയാക്കാൻ വേണ്ടി വയ്ക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇനി ഇത് 1 നൂൽ പരുവത്തിൽ നിന്നും കുറച്ചും കൂടെ കൂടുതൽ 2 നൂൽ ആവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക എത്ര പരുവമായി എന്നുള്ളത്. ഇതിപ്പോൾ നോക്കൂ, നല്ല 1 നൂൽ പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റിൻ്റെ അടുത്ത് മാത്രം ഒന്നും കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ പതഞ്ഞ് വരും. ഈ ഒരു നല്ല പോലെ തന്നെ പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കിക്കോളൂ. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഇങ്ങനെ ഇട്ട് ഇളക്കരുത്, അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് മാത്രം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു പഞ്ചസാര പാനിയൊക്കെ ഇതിന് നല്ല പോലെ തന്നെ കോട്ടായിട്ട് വരും. ആ ഒരു പഞ്ചസാര പാനി എടുക്കുന്നതിൽ മാത്രം കുറച്ച് ശ്രദ്ധിക്കണം. 2 നൂൽ പരുവത്തിന് തൊട്ട് മുന്നേ ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നോക്കൂ, എല്ലാം തന്നെ നല്ല പോലെ തന്നെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പെട്ടിയപ്പം അല്ലെങ്കിൽ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഇത് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.